ജാഫർക്ക് നല്ല ഓണായിട്ടിരിക്കുകയാണല്ലോ. അടിപൊളി ഓണം. ഞാൻ രാവിലെ തുടങ്ങിയ പരിപാടിയാണ്, പല ചാനലും വന്നില്ലേ. അതെ, പറഞ്ഞ് എല്ലാ ചാനലും ഒരുപോലെ പറയാൻ പറ്റിയല്ലോ. ഇല്ല, അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇപ്പൊ പഠിച്ചു വെച്ചേക്കുക. നമുക്ക് വ്യത്യസ്തമായിട്ട് വേണം. ഒന്നുമില്ല, അലക്സാണ്ടർ നമ്മുടെ പടം നമ്മളെല്ലാം അഭിനയിച്ച പടമാണ്. എൻ്റെ ഡയറക്ടർ അജയാണ്. പിന്നെ അതിൻ്റെ റൈറ്റർ രണ്ടുപേരും കൂടെ, അജിയും പ്രശാന്തും കൂടിയാണ്. അത് അഷറഫ് ബ്ലാക്കിൽ എന്ന് പറയുന്ന അദ്ദേഹമാണ് എൻ്റെ പ്രൊഡ്യൂസർ. പിന്നെ ഇതിനകത്ത് അജു സാറുണ്ട്, മറ്റേ ഷാജോൺ ഉണ്ട്, ഈ കുട്ടിയുണ്ട്, ഞാനുണ്ട്, പിന്നെ നമ്മുടെ ഡയാന ഹമീദ്, എടുത്തു പറയാൻ പറ്റിയ ആൾക്കാർ. പിന്നെ അഷറഫ് ബ്ലാക്കിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ സുനിൽ സൂത, അങ്ങനെയൊക്കെ. പിന്നെ ശ്രീത്ത് രവി, നമ്മുടെ ടി ജി രവിച്ചേട്ടൻ, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇട്ടിട്ട് കുറെ ആൾക്കാരെ കൂടി ചെയ്ത പടമാണ് ആമോസ് അലക്സാണ്ടർ. അജു സാറിനാണോ വിളിക്കുന്നത്? അല്ല, ഞാനത് എന്നെ തെറി കേൾപ്പിക്കാൻ വേണ്ടി. അതായത് ഈ സീനിയർ ആക്ടർ, എന്നെക്കാളും പ്രായമുള്ള മനുഷ്യൻ, വെറുതെ തമിഴിലും മറ്റേ ഒക്കെ നമ്മള് സാറേ അങ്ങോട്ട് വിളിക്കുന്നത് ആ രീതിക്ക് ജാഫർക്ക് വിളിച്ചു പോകുന്നതാണ്. പക്ഷെ അത് അറിയാത്തവർ വിചാരിക്കും ഈ നാറിക്ക് വല്ല കാര്യമുണ്ട് ഈ മനുഷ്യന്. ഞാൻ ഒരുപാട് കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നെ മോനേന്നോ കൊച്ചേന്നോ ചെറുക്കാന്നോ എന്തിനും വിളിക്കാൻ. മോനെ, അതിനകത്ത് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ ഹലോ എവിടെ ഉണ്ടളിയ ഇങ്ങനെയൊക്കെ വിളിക്കുന്ന ഒരു സംഭവം. ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്യാറില്ല. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു ആത്മ സുഹൃത്തുക്കളൊന്നുമല്ല. അതാ ഉള്ള പറയാം, ഒരു സുഹൃത്ത് ബന്ധം എന്നുള്ളത്. അപ്പൊ അദ്ദേഹം വേറെ ഇന്റർവ്യൂ പറഞ്ഞായിരുന്നു, നിവിൻ പോളി ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സുഹൃത്താണ്. പക്ഷെ അവര് അങ്ങനെ വിളിക്കാറൊന്നുമില്ല. അല്ല, അങ്ങനെ ഒന്ന് വിളിച്ചു വലിയ ഇവിടുന്ന് അവിടെ അങ്ങനെ ചോദിക്കാറില്ല. സിനിമയ്ക്ക് വിളിക്കുമ്പോൾ പോകും, അല്ലെങ്കിൽ എവിടെ വെച്ച് കാണുമ്പോൾ കാണും. എല്ലാവർക്കും തിരക്കൊക്കെ അല്ല മക്കളെ. അപ്പം നമ്മള് അങ്ങനെ ഞാൻ കാണുമ്പോൾ ഞാൻ ഒരു പേര് കൊടുത്തു, അദ്ദേഹത്തിന് സാറിനെ ഞാൻ പ്രൊനൗൺസിയേഷൻ ചെയ്തു. അദ്ദേഹം ഇതിന്റെ തമാശ എന്ന് അറിയോ, ഞാൻ മിഥുന്റെ ഒരു സിനിമ ഇന്ദ്രൻ ചേട്ടൻ്റെ ഒരു ഫ്രൈഡേയുടെ സിനിമ വിജയബാബു ചേട്ടൻ്റെ കൂടെ. അപ്പൊ അങ്ങനെ വിജയേട്ടൻ്റെ ഒരു ആഗ്രഹം ഇന്ദ്രൻ ചേട്ടൻ്റെ ഒരു ഫോട്ടോ. അപ്പൊ ഇന്ദ്രൻ ചേട്ടൻ ആ ഫോട്ടോ മകനൻ ഫേസ്ബുക്ക് നോക്കുന്ന ഇന്ദ്രൻ ചേട്ടൻ മോൻ മഹേന്ദ്രന് അയച്ചു കൊടുത്തു. അപ്പൊ വിജയേട്ടനും ഈ ഫോട്ടോ ഇട്ടു ഇന്ദ്രേട്ടനോടൊപ്പം, ഇന്ദ്രേട്ടൻ ഈ ഫോട്ടോ ഇട്ടു വിജയ് സാറിനോടൊപ്പം. ആ വിജയേട്ടനെ നാട്ടുകാരെ വിളിച്ച് തെറിയുണ്ട്, ഇത്രയും വലിയൊരു കലാകാരൻ നിന്നെ സാറേന്ന് വിളിക്കണം. എന്നിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, പ്രൊഡ്യൂസർ ആയതുകൊണ്ട് അങ്ങനെ. കാര്യം പ്രൊഡ്യൂസർമാരെ അന്ന് അങ്ങനെ വിളിച്ച് പണ്ട് ശീലിച്ചത്. ഇന്ദ്രൻ മൊത്തത്തിൽ സാറാ. അതായത് അദ്ദേഹം മലയാളത്തിൽ അങ്ങനെ ഒരു ശീലം ഇല്ലാത്തതുകൊണ്ട് തമിഴിലെല്ലാരും സിനിമാക്കാര് മാത്രമല്ല. അല്ല, നമ്മൾ യൂഷ്വലി ഇപ്പൊ പമ്പിൽ കയറിയാലും നമ്മൾ വഴി ചോദിച്ചാൽ പോലും അവർ ഭയങ്കര ആ മനുഷ്യന്റെ മനസ്സിന്റെ ഒരു ഇതാണ്, ഈഗോ ഇല്ലായ്മയോ അല്ലെങ്കിൽ ആ ഒരു എത്ര സീനിയറാണ്, എത്രയോ ഇപ്പൊ പ്രായം വയസ്സും സീനിയറാണ്. അതിന്റെ എനിക്ക് വെറുതെ വഴക്ക് കിട്ടാൻ വേണ്ടി വിളിച്ചാ അങ്ങനെയാ. അപ്പൊ ഈ ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞു പോയതാ. അതുകൂടാതെ ഈ ഇന്റർവ്യൂ എല്ലാവരും ചീത്തയും കേൾക്കും. അത് ഈ തയ്ച്ചു കൊടുത്ത് നിക്കറും പാൻറ്റും ഒക്കെ ഇടിപ്പിച്ച ആൾക്കാരൊക്കെ വലിയ നടന്മാരല്ലേ. അപ്പൊ ആ പുള്ളി ആ ലെവലിലേക്ക് വന്നു. ഈ വലിയ നടന്മാരുടെ ലെവലിലേക്ക് ഇന്ദ്രൻസേട്ടൻ വന്നപ്പോഴും അങ്ങേര് സാറേന്നാ വിളിക്കണേ. അപ്പൊ ആ സാറ് വിളി കേൾക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ടിൽ ഇങ്ങനെ പറയും അങ്ങനെ ഇങ്ങനെ കാണിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ സാറെന്ന് വിളിച്ചോളൂ. ആ ഒരു ഡൗൺ ടു എർത്ത് ആയിട്ട്. പിന്നെ അത് ഞാൻ ഇത് ഇത്രയുള്ളൂ. ഞാൻ പ്രൊനൗൺസിയേഷൻ ചെയ്ത ഞാൻ നിക്കാതെ വിളിക്കുന്നത്. ഞാൻ വളരെ ഇഷ്ടത്തോടെ ഞാനിങ്ങനെ കാണുന്ന ഒരു വ്യക്തിയാണ്. പലങ്ങ് തീർന്നില്ലേ? അതെ. അയ്യോ, അതാണ് പഠിച്ച് ആദ്യം വിളിച്ചിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും മനുഷ്യന് മാറ്റം വന്നു കഴിയുമ്പോഴത്തേക്ക് മാറ്റി വിളിക്കുക എന്നുള്ള പരിപാടിയില്ലേ, അതെനിക്കില്ല. അതുകൊണ്ടേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കാണുമ്പോ കണ്ടുപിടിച്ചു. ഞാൻ ആ കണ്ടതേ മോനെ അജു എന്നാ വിളിച്ചെങ്കിൽ ഞാൻ മോനെ അജു എന്നാ അന്ന് വിളിക്കുള്ളൂ. പക്ഷെ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോ സാറിന് പ്രൊനൗൺസിയേഷൻ ചെയ്തു. അത് വേറൊന്നും. ആദ്യം കണ്ടപ്പോ ഞാൻ പടത്തിന്റെ പ്രൊഡ്യൂസർ ആയിരുന്നു. അതായിരിക്കാം ചിലപ്പോ. അതന്നെയല്ല, അങ്ങനെ വിളിച്ചു പഠിച്ചത് അങ്ങനെ. അത്രേ ഉള്ളൂ, ഇനി മാറ്റത്തില്ല. ചേട്ടാന്ന് വിളിക്കുന്നവര് ചേട്ടാന്ന് വിളിക്കും, ഇക്കാന്ന് വിളിക്കുന്നത് ഇക്കാന്ന്. ഓക്കെ, അജു ചേട്ടൻ പറഞ്ഞല്ലോ മോനേന്നോ കൊച്ചേന്നോ ഒക്കെ വിളിച്ചാ മതി. അപ്പൊ ഞാൻ വിളിച്ച കുഞ്ഞാവേന്ന് ഞാൻ വിളിച്ചോളാം. അപ്പൊ ശരിയായില്ലേ? അതെ. അപ്പൊ ഇത് തീർന്നു. എനിക്കൊന്നും ഞാൻ ഈ ലുക്കിൽ ആദ്യമായിട്ട് ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഇല്ല, സർവ്വമായക്ക് ചെയ്തു. പിന്നെ അതിന്റെ ഇങ്ങനെ വലയ്ക്ക് വേണ്ടി
ഒന്ന് യൂസ് ചെയ്യണം. അപ്പൊ അത് ഇതല്ല, പക്ഷെ ഈ ബേസ് ആണെങ്കിൽ നല്ലതാ. നല്ല രസമുണ്ട്. ആ എളുപ്പമാ, കുളിച്ച് ഇറങ്ങാനും എളുപ്പം, അതെ, തലയ്ക്കൊരു മെയിൻ്റെനൻസ് എളുപ്പമാ. നല്ല ഭംഗി. പുറയുന്ന തോർത്തിട്ട് ആരും വലിക്കരുത്. തോർത്തിട്ട് പുറയുന്ന വലിച്ചാൽ കഴുത്ത് വെട്ടി പോവും. അയ്യോ അതല്ലേ ഇപ്പൊ ഒരു തോർത്തിട്ട് കൂടെ വലിച്ചേ. അയ്യോ നമ്മുടെ സാധാ മുടി തോർത്തില്ലേ, സ്റ്റക്ക് ആവില്ലേ? മനസ്സിലായി. ഭയങ്കര പ്രശ്നമാ. സ്റ്റക്കായി പോകും ഓരോരുത്തർ വലിച്ചാലേ തല വെട്ടി പോകും. ഇവിടെ ഇങ്ങനെ ഇതുള്ളൂ. ഭയങ്കര കറക്റ്റാ പറഞ്ഞേ. ഗ്രിപ്പിംഗ്. നമ്മളങ്ങനെ ചിന്തിച്ചു പോകത്തില്ല. ഇപ്പം ഇങ്ങനെ ഷേവ് ചെയ്യുമ്പോ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലേ. കുറ്റിമുടി വരുമ്പോഴത്തേനും അങ്ങനെ തോർത്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ കടലിൽ വിട്ടു. ചേട്ടാ ആർക്കെങ്കിലും അറ്റാക്ക് ചെയ്യണമെങ്കിലുള്ള ഒരു വഴി പറഞ്ഞു കൊടുക്കും. ഞാൻ തന്നെ തോർത്തും അറ്റാക്ക് ആവായിരുന്നു. ഇനി തോർത്തെടുക്കുമ്പോ ഒന്ന് സൂക്ഷിച്ചാൽ. ഞാൻ പറ്റാറുണ്ട്. നമ്മൾ ഇങ്ങനെയല്ലേ ശീലം, ഇല്ല സ്റ്റക്കാവും. അതുപോലെ നമുക്ക് തോർത്താൻ കുളിച്ചു കഴിഞ്ഞിട്ട് മുട്ടയടിച്ചാൽ 2 ദിവസം മുടി വന്നിട്ട് തോർത്തൂലേ. തോർത്തുമ്പോ ഇങ്ങനെ തോർത്താനേ പറ്റുള്ളൂ. അങ്ങോട്ട് തോർത്തി കഴിഞ്ഞാൽ തോർത്തും കിടക്കൂല, ഒന്നും കിടക്കില്ല, പ്രാന്തി പിടിച്ചിട്ട് വലിയ വിഷയം. മനസ്സിലായി. അത് വിട്ടാലേ മുട്ടയും തോർത്തുവാണോ? അല്ലല്ല, നമ്മുടെ ഈ സിനിമ മുട്ടയും തോർത്തും നമ്മുടെ വിഷയം. തോർത്തൊക്കെ കൊണ്ടുവന്നത് ആരാ? ഞാൻ വെറുതെ ലുക്ക് ആമോസ് അലക്സാണ്ടറിനകത്തില് ജാഫ്രിക്കയുടെ ലുക്കും ഇച്ചിരി വ്യത്യാസമായിട്ടുണ്ട്. ഇതുവരെ നമ്മൾ കാണാത്ത ഇച്ചിരി കൂടെ സ്റ്റൈലായിട്ടുള്ള മുടി, ഹെയർ കട്ടും, മൊത്തത്തിലൊരു വ്യത്യാസമുണ്ട് ആ ഒരു ക്യാരക്ടറിന്. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ക്യാരക്ടർ ബിൽഡപ്പ്? ഡയറക്ടർ പറഞ്ഞു കൊടുത്തു പിന്നെ പോലെ പറഞ്ഞിട്ട് അപ്പാച്ചി മുടിയും വെട്ടി. അപ്പാച്ചിയായിട്ടല്ലേ വെട്ടി, മറ്റേ ഇവിടെ ഇച്ചിരി മുടിയൊക്കെ ഇട്ടേനെ. പിന്നെ നരസിംഹസ്വാമി എന്ന് പറയുന്ന മറ്റേ മേക്കപ്പ് മാനായിരുന്നു. അപ്പൊ അദ്ദേഹം ആയിട്ട് ഡയറക്ടർ ആലോചിച്ചിട്ട് എന്നോടും ചോദിച്ചു വെട്ടുന്നതിന് കുഴപ്പമുണ്ടോ. ഇപ്പൊ വെട്ടുന്നതിനും ഉപയോഗിക്കില്ല, വേറെ വല്ല പടമായിട്ട് ഇങ്ങനെ പ്രശ്നമൊക്കെ ഉള്ളത് ചോദിക്കുള്ളൂ. അപ്പൊ ഒന്നുമില്ല, നമ്മളതിനെ മാറ്റി വെച്ചാ നമ്മുടെ സുഹൃത്തായി ഒരു 10-22 കൊല്ലമായിട്ട് പരിചയമുള്ള ആളെ ബ്ലാക്കിൽ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ. അപ്പം അതിന് മാറ്റി വെച്ചാ അപ്പം അവർ തകർത്തു. അതിനകത്തൊരു എക്സ്ട്രാ താടിയും കൂടെ സെറ്റ് ചെയ്തു, കുളത്തൊക്കെ ഇട്ട് എന്റെ താടിയും കൂടെ കൂടി സെറ്റ് ചെയ്തു, ഇങ്ങനെ സെറ്റ് ചെയ്തു, അങ്ങനെ. ഓ, എക്സ്ട്രാ താടി മറ്റേ ഒറിജിനൽ അല്ല അപ്പോ താഴോട്ട്? അല്ല, അതിനകത്തേക്ക് കുറച്ച് എക്സ്റ്റൻഷൻ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് അത് കണ്ടുപിടിക്കില്ല. എന്റെ ഒറിജിനൽ താടിയാന്ന് പറഞ്ഞാൽ അത് സൂം ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. എന്താ നുണ പറയണ? എനിക്ക് ബാച്ച് ചെയ്ത് വെച്ചാ അത് അയാളുടെ കരവരുതാ. അതെ, കണ്ടാ പക്ഷെ ഒട്ടും പറഞ്ഞില്ല, അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാൾ അങ്ങനെ ചെയ്ത് തന്നപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കഥാപാത്രം സ്വാമിയുടെ വർക്ക് സൂപ്പർ. സ്വാമി ഇപ്പൊ ഷാജി പാപ്പനെ ഇറക്കി അന്ന് നമ്മൾ ആ വീഡിയോ കണ്ടിരുന്നു. സാമിയാ ചെയ്തേ. അതെ അതെ, ഷാജി എന്തിനോ ആഘോഷമായിരുന്നു ആ ഒരു വീഡിയോയില് തന്നെ. ഉണ്ടോ അച്ഛനുണ്ടോ തേർഡ് പാർട്ടിൽ? എനിക്ക് നോക്കണം, നമ്മള് വെയിറ്റിംഗ് ആണ് അതിന്റെ എന്തെങ്കിലും ഒരു സംഭവം. ഒരു സീനെങ്കിലും ഉണ്ടാവും. അതെ, ഒരു സെലിബ്രേഷൻ തന്നെ അല്ലേ? പിന്നെ നിങ്ങൾ എല്ലാരും കൂടെ ഇമോഷൻ ആണല്ലോ ഷാജി പാപ്പൻ. അതെ അതെ അതെ.